ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ ചുക്ക അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ മീഡിയം ടൈപ്പ് 3 സവാള എടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ വേണം ചിക്കൻ ഒരു 3/4 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1.5 ടീസ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് പിന്നീട് അത് ചെയ്യുന്നത്. അങ്ങനൊരു ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കുറച്ച് ഓയിലുണ്ട്. കാര്യം നമുക്ക് ഈ സവോളയൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ സവോളയൊന്ന് ഫ്രൈ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് സവോള ഫ്രൈ ചെയ്യാം. നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. സവോള ഒന്ന് വറുത്തെടുക്കാം. സവോള ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പോൾ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ സവോള ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവോള നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാ സാധനങ്ങളും ഈ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാദ്യം നമ്മുടെ ചിക്കൻ പറക്കിയിടാം. പിന്നെ ഇതിലേക്ക് നമ്മുടെ 1.5 സ്പൂൺ കാശ്മീരി ചില്ലി ഇടാം. പിന്നെ കുരുമുളക് പൊടി ഇടാം. പിന്നെ ഗരം മസാലപ്പൊടി ഇടാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം. നമ്മൾ കൂടെ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇനിയും ഇതിനകത്ത് വേറൊന്നും ആഡ് ചെയ്യണ്ട. ഇതെല്ലാം നല്ലതുപോലെ കുഴച്ച് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആദ്യം സവോളയിൽ കുറച്ച് ചേർത്ത് കൊടുത്തായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുക. എന്നിട്ട് ഇതിനെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമുക്കൊരു പാനിലിട്ട് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇത് നന്നായിട്ട് ഇതിൻ്റെ അരപ്പുകളെല്ലാം ഇതിൽ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് പിടിക്കട്ടെ. 1/4 മണിക്കൂർ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം നമുക്ക്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പം ഇങ്ങനൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള എണ്ണയെല്ലാം നമ്മളിതിൽ ചേർത്തൊക്കെ റെഡിയാക്കി വെച്ചതാണ്. ഇനിയിപ്പം നമ്മളിത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതിനകത്ത് ആവശ്യമുള്ള വെള്ളമൊക്കെ വന്നോളും. ഇനിയിപ്പം നമ്മളിത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണിത്. ഈ വെള്ളത്തിലാണിത് വേകുന്നത്. കുറച്ചുകൂടെ വേവാനുണ്ട്, കുറച്ചുകൂടെ വറ്റാനുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടിയൊന്നും ഇടുന്നില്ല. മല്ലിപ്പൊടി വേണ്ട, തക്കാളി വേണ്ട. ഇത്രയൊക്കെയാണ് ചിക്കൻ ചുക്കയുടെ റെസിപ്പീസ്. ഇനിയും കുറച്ചുകൂടെ വേവാനുണ്ട്. നമ്മൾ വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കിടുക്കാച്ചി ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇതാ അരപ്പെല്ലാം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് കയറി പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ഫ്രൈ ചെയ്ത സബോളയാന്ന് തോന്നുന്നു ഇതിനകത്തൊരു നല്ല മണമായിട്ടൊക്കെ നിൽക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്കിനി ഇതിപ്പം സെർവ് ചെയ്യാം. ചിക്കൻ ചുക്ക ഞാൻ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.